see the light inside you, brighter than the skies. Hold on, just let us escape and fly away tonight. We have the world in our sight, and I know together we'll be alright. Can you see forever we will go? സമയം എത്രയായി? 8:12. നമ്മളിപ്പോൾ ഉള്ളത് റിയാദിൽ തന്നെ മെയിൻ ഒരു സ്ഥലത്താണ് ഉള്ളത്, ഒലയിൽ. റിയാദിലെ മെയിൻ സിറ്റി. എൻ്റെ പുറകിൽ കിങ്ഡം ടവർ കാണാം. അതെ, കൂടെ ഉമറുണ്ട്. ഫൈസൽക്ക് നാളെ കൂടി ഫൈസൽക്കായും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലോട്ടൊന്ന് കയറാൻ പോവാണ്. എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പലർക്കും അറിയില്ല ശരിക്കും പറയാം ഇതിനുള്ളിൽ എന്തുട്ടാണോ ഉള്ളതെന്നും പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതിനുള്ളിൽ ജസ്റ്റ് ഇത് 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ട്, സെക്കൻഡ് പാർട്ടിൽ നമ്മളതിൻ്റെ മേളിൽ കയറാൻ പോവാം. 1075 റിയാലൊന്ന് കൊടുത്തിട്ട് നമ്മളതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങടേക്ക് എങ്ങനെ കടക്കും എന്നതിനെ പറ്റിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ വഴി കടന്നു പോകാനുള്ളൊരു സ്ഥലത്താണ് വല്ലി. ഓക്കെ, ബാക്കി നമുക്കിത് വീഡിയോയിലൂടെ കാണാം. സിഗ്നലൊക്കെ തീർച്ച പോകുന്നുണ്ട്. അതെ, ഫൈസലൊക്കെ മുമ്പിലടക്കും. അതൊക്കെ വഴിയുണ്ട്. ഞങ്ങൾ പുറകേലും നമ്മൾ പുറകേലും. ഗൈസ്, ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് കയറാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ടീമാണ്. ഫൈസലൊക്കെ മേളിലോട്ട് കയറിയിട്ടില്ല. ഫൈസലൊക്കെ ചിന്നവരുടെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ടില്ല. ഉള്ളിൽ അത്ര കയറിയിട്ടുള്ളൂ. ഞാൻ കയറി, ഞാൻ മറ്റേ ഫസലൊക്കെ ആയിട്ട് കയറി. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിന് എൻട്രൻസ് വന്നത് ഇവിടെ കേട്ടോ. ഇവിടെയാണ് എൻട്രൻസ് വന്നത്. Okay. This is balance for the luxury watches and the sport watches. And we have special edition for gold, titanium case, and we have the gold, Polish gold. And the last thing we launched here, the green one. എന്നിട്ട് പറഞ്ഞ മനസ്സിലായോ?
ഒക്കെ ചെവിട്ട് തലയിട്ട് ആട്ടിണ്ട്. എത്ര റിയാലാന്ന് പറഞ്ഞ 6500 റിയാൽ എന്ന് പറയുമ്പോ എത്ര രൂപ നാട്ടിലത്തെ? 1.5 ലക്ഷം രൂപ. ഇത് മറ്റൊരു ഇതിന്റെ തന്നെ അല്ലേ? ജാഗ്വാറിന്റെ വേറൊന്നും. ഇതെത്ര പറഞ്ഞ? രണ്ടും ഇതിരിക്കാൻ ഫുള്ള് ആ ഒരു പ്രൈസാണ്. Which one you want to try? This one. This one, I think. Do you have any offer? No, about the smartwatches actually. Yes. Can you take your watch? Watch. അവിടെ കാണിച്ചേ. 6,400 riyal. 6,400 എടുക്കണ്ടോ? നമുക്ക് സെറ്റാക്കാം. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഉണ്ടോ? ആലാപ്പ്, ഫ്ലാഷ് ലൈറ്റ്, ഗൂഗിൾ വാലറ്റ് എല്ലാം ഉണ്ട്. പ്ലേ സ്റ്റോർ എല്ലാം ഉണ്ട്. We have it in steel. We have it in titanium case. പിന്നെ ഇതിലൊക്കെ ഗുച്ചി ഞങ്ങള് കുറെ സ്ഥലത്ത് ഞങ്ങള് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. നമ്മ തളരില്ല. അവിടെ ഒരുമിച്ച് നടക്കണ. നിങ്ങൾ എന്താണ് ഇങ്ങനെ? അടുത്ത ഹബ്ലോട്ടിനകത്ത് പോകാൻ പോകുന്നു ഗൈസ്. അതെ, അപ്ലോട്ട് അവിടെ ഓടിച്ചോടും ഗൈസ്. വേറെ പോണ നമ്മളെ കാണാം. അവിടെ എന്തൊക്കെ വേറെ ഉണ്ട്. ബീവിൽഗാരി ഉണ്ടല്ലോ അപ്പുറത്ത്. ബീവിൽഗാരി അലിബാബ ഇതിവിടെ കണ്ടല്ലോ. അങ്ങോട്ട് കിങ്ഡം ടവർ പുറത്തേക്ക് 5 രൂപ പോയി പത്ര സുഡാനിയുടെ ഫുള്ള് കേട്ടില്ല. എത്ര വരും? 6 ലക്ഷം റിയാലൊക്കെ ഇല്ലേ? എന്താണ് കിൻഡർ ടവറിനെ പറ്റി പൈസയുടെ അഭിപ്രായം? ഒന്നും പറയാം. പൈസ മാത്രം കയറ്റുള്ളൂ. പൈസ ഇതാണ് ഗൈസ് ഇതിൻ്റെ അവസ്ഥ. നമ്മളപ്പോ കുറെ സ്ഥലങ്ങളൊക്കെ ചുറ്റി അല്ലേ? ചുറ്റി എവിടെ അതെ, നമ്മളെ കണ്ടതിനെ കേറ്റൂല. നമ്മള് കുറെ സ്ഥലങ്ങൾ നമ്മ കേറാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ 5,500 സബ്സ്ക്രൈബർ. അതെ, മറ്റേ ആ സജ്ജനത്തിന് നമ്മ പോയത് ജാഗ്വാറാ. അവിടെ ചെന്നിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ട്. ആഗ്രഹം കൊണ്ട് എന്റെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞ അയച്ചെടുത്തായിന്ന് പറഞ്ഞു വണ്ടിയില്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീഡിയോ എടുക്കാനൊക്കെ അത്ര ഇതില്ല. അവിടെ പോകുന്ന ആൾക്കാരൊക്കെ പൈസ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ പോയി വാച്ച് മേടിക്കുന്നത്. പൈസ ഉള്ളവരൊക്കെ മോൺ ബ്ലാങ്ക് ബീവികൾക്ക് അറിയാം. ബീവികൾക്ക് പോയാൽ തന്നെ അവന്മാർക്ക് കണ്ടാൽ തന്നെ നമ്മൾ മൈൻഡ് വെക്കണില്ല. പൊക്കോളാൻ പറയും. എന്താ പറയാ, മനസ്സിലാവും. മിസ്കിനും ഫക്കീറുകളും
ഇപ്പൊ 10 റിയാൽ എടുക്കാതെ വെച്ചില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പൊ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോണത് എവിടെയാണ്? മലയാളി ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അത് റീസണബിൾ പ്രൈസ് ആയതുകൊണ്ട് മാത്രം. എന്താണ് അറിയാം അതിന്റെ പേര് മനസ്സിലാവുന്നില്ല. ഇത് വാച്ചിയുടെ ബ്രാൻഡ് അങ്ങനെ കൈ കെട്ടാത്തോണ്ട് കുഴപ്പമില്ല. മെയിനായിട്ട് ഞങ്ങൾ കുറെ സ്ഥലങ്ങളിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്ത് ഉണ്ടാക്കി. കേരളം കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ല. ആ ഒരു ഫ്രീ ആണ്. അതെ, കേരളം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, സമ്മതിച്ചില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോഡ് സൂട്ടൊക്കെ ഇട്ട് ക്യാമറ ഒരു സോണിയുടെ രണ്ട് ബ്ലാക്ക് ആൻസിനൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ജമ്പലൊക്കെ പിടിച്ച് വന്നാൽ മതി. ജമ്പലല്ല, ജിമ്പിള എന്തോ ഒരു കുമ്പിള് അത് പിടിച്ച് വന്നാൽ മതി. അപ്പൊ അത് ഉള്ളിലൊക്കെ ജമ്പലിന്നൊക്കെ മോൺബ്ലാങ്കിന്റെ ഉള്ളിലൊക്കെ പറഞ്ഞില്ല. ബെസ്റ്റ് സ്മോക്ക് കേസ് കഫേന്നല്ലേ ഇന്നലെ ശീശക്കട ചെന്നല്ല ഇത് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ. അപ്പൊ ബെസ്റ്റ് സ്മോക്ക് കഫേന്നാണ് ബെസ്റ്റ് സ്മോക്ക് കേസ്. അറബിന്ന് ഇല്ല, അത് അങ്ങനെ. എന്നിട്ട് എന്താ പറയാ, അങ്ങനെയല്ല. അപ്പൊ 1500 സബ്സ്ക്രൈബർ കിട്ടും. ഒന്നുമില്ല, ഒരു ബാഗ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 69 രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മ മാത്രമല്ല വീഡിയോ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. 60,000 69 രൂപ എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ കൂട്ടിയിട്ടൊന്ന് കമന്റ് ചെയ്യും. 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ. ഒരു ദിവസം ഞാനും ഒരു ദിവസം ഞാൻ വരും, അവിടെ സാധനം കൊടുക്കും. ഒരു ഷൂ ആണ് ഇവിടെ. അത് ഈ വീഡിയോയിൽ ചെയ്യും. അതിന്റെ 2 വർഷത്തേക്ക് ഇവിടെ പണിക്കും കയറും, പൈസ കൊടുത്ത് തീർക്കാനായിട്ട്. വൗച്ചർ അടിച്ചു ഇവിടെ വൗച്ചറൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഞാൻ ഇവിടെ വരെ പിന്നെ 2 വർഷത്തേക്ക് തനാസിൽ മാറ്റും. റിയാസ് ഖാൻ വിളിച്ചിട്ട് ഇവിടുത്തെ അറബിയുടെ ഇറക്കി വിളിക്കും, തനാസിൽ മാറ്റിയെന്നും പറഞ്ഞു. അത് വാങ്ങുകയും ചെയ്യും. റിയാസ് പറയും, ഞാൻ ഇത്ര ബിസിനസ്മാനാണ്, ഞാൻ കൂടി ഇത്ര ചിന്തിച്ചിട്ടില്ല, ഇവർക്ക് എന്താണ് ഇത്ര ചിന്ത എന്ന് പറഞ്ഞാൽ. ഇത് കട്ട് ചെയ്യുന്നുണ്ട്, ഇത് കട്ട് ചെയ്യുന്നു. അത് പ്രശ്നമല്ല. ഞാൻ ആരെയും പറഞ്ഞ് കുറ്റം പറഞ്ഞതല്ല. സംഭവം പറഞ്ഞത് നല്ല കോലുണ്ട്. അങ്ങനെ നമ്മളിപ്പോ 3ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ അൽ മംലക്ക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗൈസ്, ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊന്നും കേറ്റാത്ത കാരണം കേട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ആ ഒരു ഇതിന്റെ പേരിൽ നമ്മൾ കുറെ സ്ഥലങ്ങൾ നമ്മൾ കയറാത്തുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോ ഒരു അമ്പതിലല്ല, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വിഷമമൊന്നുമില്ല, സങ്കടമുണ്ട്. ഞങ്ങൾ നൈസായിട്ട് നിലത്തോട്ട് ഇറങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഫൈസൽക്കാരെ കാണാനുള്ള ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങാനുള്ള നല്ലൊരു പ്രത്യേക ഒരു വൈബല്ലേ, പ്രത്യേക ഒരു വൈബല്ലേ. പിന്നെ അടുത്ത് നമ്മുടെ ഇതുപോലത്തെ ഒരു ടവർ കയറാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുർജ് ഖലീഫാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ വെച്ചാൽ അടുത്ത ആഴ്ച നമ്മളെ കുറച്ച് സർപ്രൈസ് സാധനങ്ങൾ വരാനുണ്ട്, കുറച്ച് പ്രൊഫഷണൽ ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ സ്കൈ ബ്രിഡ്ജിൽ ഏറ്റവും മണ്ടയിൽ കയറാൻ പോകണം. അത് കാത്തിരുന്ന് വീഡിയോ കാണണം എല്ലാവരും. അപ്പോൾ
ബാക്കി തിരുനെല്ലത്ത് നിന്നിട്ട് കാണാം. ഓക്കെ. Go guys, go. ഗൈസ് നമ്മളിപ്പോൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് നിലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ വയസ്സിലൊക്കെ ഉണ്ട്, ഉമറുണ്ട്. കുറേ സ്ഥലങ്ങളൊന്നും കയറാൻ പറ്റില്ല. മെയിനായിട്ട് വിഷയം എന്ന് വെച്ചാൽ ക്യാമറ അവിടെ അലോഡല്ല. ആ ഷോപ്പിനുള്ളിൽ അത് അലോഡല്ല. അത് കാരണം ഞങ്ങൾ ടൈം അങ്ങനെ അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനില്ല. കാരണം നമ്മൾ കാണണത് നിങ്ങളെ കാണിക്കണമെന്നുള്ളൊരു ചിന്ത അത്രേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നത്. ഇപ്പോൾ അവർ സമ്മതിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഈ രണ്ടാമത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കുറച്ച് സർപ്രൈസ് ഉണ്ട്. കുറച്ച് നമ്മളൊരു പ്രൊഫഷണലി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം. അതൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഉഷാറാണ്. അപ്പോൾ തന്നുകൊണ്ടിരിക്കുക. അതെ നിൽക്കില്ല. അതെ, വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം ഇതാക്കുക. അപ്പം നിരാശപ്പെടുത്തില്ല. അടുത്ത വീഡിയോ ഞാനിപ്പോഴും എടുത്തെടുത്ത് പറയുന്നു, കുറച്ചുകൂടി സ്പെഷ്യലായിരിക്കും. നമ്മൾ അതിൻ്റെ കിണടവറിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറാൻ പോകും. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണമല്ല മെയിനായിട്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണതാണ്. അപ്പോൾ നൈസായിട്ടൊന്ന് നിർത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പൈസ എടുക്കുക. അല്ലു പ്രവാസി സൈനിങ് ഓഫ്.